അപ്പോൾ നമുക്ക് ഇന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോൺസ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാവുമ്പോൾ ഈ പ്രോൺസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വല്ലാണ്ട് ഹാർഡായിട്ട് ഫ്രൈ ആക്കരുത്. ഓരോ മിനിറ്റ് മാത്രം രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ പ്രോൺസ് ഭയങ്കരമായിട്ടും ഹാർഡായിരിക്കും. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്തെടുക്കണം. അതിന് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്ത സെയിം എണ്ണയിലേക്ക് കുറച്ച് കനം കുറച്ച് അരിഞ്ഞ ഉള്ളി വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി വല്ലാണ്ട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി. അതിലേക്ക് നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത ഈ ചതച്ച ഉള്ളി, പച്ചമുളക് അതൊക്കെ ആഡ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ വേണം ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്രീൻ മസാല കൂടി റെഡിയാക്കണം. അതിന് ഒരു പിടി മിൻറ്റ്, പുതിന ഇല, ഒരു പിടി മല്ലിയില, ഒരു 2-3 സ്പൂൺ കേർഡ്, ഏകദേശം ഒരു 3 സ്പൂൺ കേർഡ് എടുത്തു. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. മീൻവൈൽ നമ്മുടെ ഒനിയൻ ഒക്കെ നന്നായിട്ട് സോട്ടായി ക്രഷ് ചെയ്തതും നേരത്തെ ആഡ് ചെയ്ത ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഗ്രീൻ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും പേസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് ഫ്രൈ ആക്കിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയുടെ റോ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്യാം. തക്കാളി സോഫ്റ്റ് ആവുന്ന വരെ കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഇനി ബിരിയാണിക്കുള്ള അരി കുക്ക് ചെയ്യാനായിട്ട് ഒരു പാനിൽ നമുക്ക് കുറച്ച് ഗീ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. ബേ ലീഫ്, സിനമൺ സ്റ്റിക്സ്, കരിയാമ്പൂ, ഏലക്കായ, കുറച്ച് പെപ്പർകോൺസ്. ബിരിയാണിയിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ഞാനൊരു 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മുന്നേ നന്നായി വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ റൈസ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം നെയ്യിൽ. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന മെഷർ 1 കപ്പിന് 2 കപ്പ് വെള്ളം, അപ്പോൾ 3 കപ്പിന് 6 കപ്പ് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് മാഷായി. ഇനി ഇതിലേക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ആ മസാല പിടിക്കണ വരെ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കവർ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ പ്രോൺസും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. നമ്മളെടുത്ത വെള്ളം കറക്റ്റ് പാകമായിരുന്നു. നമ്മുടെ റൈസ് നന്നായി കുക്കായിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം. അപ്പോൾ റൈസ് കുക്കായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ ഒരു പരന്ന ട്രേയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് നേരം ഒന്ന് വിരിച്ച് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ പാത്രത്തിലിരുന്ന് അത് ഓവർ കുക്കായി പോകും ചൂട് കാരണം. അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണ്. നമ്മളിത് ബിരിയാണി ദമ്മ് ചെയ്യാൻ പോവാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കണം. എപ്പോഴും കുറച്ച് ഗീ താഴെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പ്രോൺസിൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് മാക്സിമം സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ
റൈസ്, കുക്ക് ചെയ്ത റൈസ് ഇടുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കിസ്മിസ് ആൻഡ് കാഷ്യൂനട്ട്. ഇത് ഓപ്ഷണലാണ്. നട്ട്സും കിസ്മിസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഫ്രൈഡ് ഓണിയൻസ് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ കുറച്ച് മിൻറ്റ് ആൻഡ് കൊറിയാണ്ടർ ലീവ്സ് കട്ട് ചെയ്തതും ആഡ് ചെയ്യാം. എന്നിട്ട് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ്സ് ദമ്മ് ചെയ്യാൻ വയ്ക്കും.